കേരളത്തിലുള്ള ഒരു കോൺഗ്രസ്സുകാരനും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഈ ആര്യാടനെ നിലമ്പൂര് പോലുള്ള ഒരു മണ്ഡലത്തിൽ, അതും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊണ്ടു നിർത്തിയത് എന്നുള്ളത്. മനഃപൂർവ്വം സ്വന്തം കുഴി തോണ്ടുന്നത് കോൺഗ്രസ് എന്തിനാണ് എന്നാണ് ഒരു കോൺഗ്രസ്സുകാരന് മനസ്സിലാവാത്തത്. ബി.ജെ.പിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണോ ഈ കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം തന്നെ. ഒരാളെ കൊല്ലാൻ ശ്രമിച്ച, ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിക്ക് എന്ത് യോഗ്യതയാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ? നാളെ ഇനി തോക്കുകയാണെങ്കിൽ സ്വരാജിനെ കൊല്ലാൻ പ്ലാൻ ഇടില്ല എന്ന് ആര് കണ്ടു? ഇതാണ് നിലമ്പൂരിലെ സാധാരണക്കാരുടെ ചോദ്യം തന്നെ. ജോയിയെ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വോട്ട് തരാമായിരുന്നു എന്നാണ് ലീഗുകാരടക്കം നിലമ്പൂരിൽ വോട്ട് ചോദിച്ചു വരുന്ന കോൺഗ്രസ്സുകാരോട് പറയുന്നത്. ലീഗിന് പുല്ലുവിലയാണ് UDF-ൽ നൽകുന്നത് എന്നുകൂടി കാണിക്കാനാണോ ആര്യാടനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ചോദ്യവും ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ്സുകാരോട് ലീഗ് ചോദിക്കുക തന്നെയാണ്. ആര്യാടൻ മുഹമ്മദ് ആണെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും നിലമ്പൂരുകാർക്ക് വെറുക്കപ്പെട്ടവൻ തന്നെയാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രം തന്നെ. അവരുടെ അടുത്തേക്ക് ഇടതുപക്ഷത്തെ അൻവർ വന്നത് ആയിരുന്നു അവരുടെ ഏക ഒരു ആശ്വാസം. അൻവർ തോന്നിവാസം കാണിക്കാറുണ്ടായിരുന്നെങ്കിലും ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഒരു മേൽനോട്ടം അൻവറിന്റെ മേൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരോട്, സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കയറാൻ LDF ഇന്നേ അവർ അൻവറിനെ സമ്മതിച്ചിട്ടില്ല. ഇനി നിലമ്പൂരുകാർ ഒരിക്കൽ കൂടി ആര്യാടന്മാരുടെ കൈകളിലേക്ക് നിലമ്പൂരിനെ കൊടുക്കില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ തന്നെയാണ് അവർക്ക് ഒരു ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് 8 കോടിയുടെ ആസ്തി ഉണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ഷൗക്കത്തിന് 83 ലക്ഷം രൂപയുടെ ജംഗമ വസ്തുക്കളും 800 ഗ്രാം സ്വർണം, അതായത് ഒരു 100 പവൻ സ്വർണവും 4 കോടിയിലധികം രൂപയുടെ സ്ഥാപന വസ്തുക്കളും ഉണ്ട് എന്നാണ് സത്യവാങ്മൂലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ ബാങ്കുകളിലായിട്ട് 72 ലക്ഷം രൂപയുടെ കടബാധ്യതയും വന്നിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ രൂപ വിലമതിക്കുന്ന ജംഗമ ആസ്തിയുണ്ട്. 2 കേസുകളാണ് ഷൗക്കത്തിന്റെ പേരിൽ ഇപ്പോൾ ഉള്ളത്. ഇവർ രണ്ടും മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നത് ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇതൊക്കെ. PV അൻവറിനെ കൊല്ലാൻ ആര്യാടൻ ഷൗക്കത്തും കൂട്ടരും ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ആദ്യ കേസ് തന്നെ. പൂക്കോട്ടുപാടം സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അൻവറിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ കലാപാഹ്വാനം നടത്തുകയും നിയമവിരുദ്ധമായി സംഘം ചേരുകയും ചെയ്തതിനാണ് ഷൗക്കത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ കേസ്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസിൽ ഷൗക്കത്ത് ഉൾപ്പെടെ ഒരു 500 പേരും കൂടിയുണ്ട്. PV അൻവർ MLA ആയിരിക്കെ തന്നെയാണ് ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ഈ 2 കേസുകളും എടുത്തിട്ടുള്ളത്.